ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ബോട്ടിൽ ക്രാഫ്റ്റിൽ ചെയ്യുന്നത് ഒരു ചിരട്ട വെച്ചിട്ടാണ്. നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ഒരു സാധനമല്ലേ ചിരട്ട എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ആദ്യം നോക്കാം. ചിരട്ടയൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രൂവിൻ്റെ ഒരു കാലിക്കുപ്പിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ അക്രിലിക് പെയിൻറ്റ്സോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. സ്പ്രേ പെയിൻറ്റ് ചെയ്ത ബോട്ടിൽ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിരട്ട ക്ലീൻ ചെയ്തെടുക്കാം. ഒരു പീലർ ഉപയോഗിച്ചിട്ട് ചിരട്ടയുടെ മുകൾ ഭാഗം നമുക്ക് നന്നായി ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു പീലർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കത്തി വെച്ചിട്ടായാലും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നമുക്കത് പൊട്ടിച്ചെടുക്കണം. ഒന്നില്ലെങ്കിൽ ചുറ്റിക വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്ലക്കർ വെച്ചിട്ടായാലും നമുക്കിത് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഓരോ ചിരട്ടകളുടെ പീസുകൾ ബോട്ടിലേക്ക് ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ചിരട്ടകളുടെ പീസുകളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ജൂട്ടിൻ്റെ ത്രെഡോ അല്ലെങ്കിൽ വേറെ കളേഴ്സോ നിങ്ങൾക്ക് ഈ സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടാക്കിയ ക്ലേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. കോഫി പൗഡറിൻ്റെ കുപ്പിയുടെ മുകളിൽ ചിരട്ടയൊക്കെ ഒട്ടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഒരു കോട്ട് വാർണിഷ് എന്തായാലും അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.